വൈബ് ജംഗ്ഷൻ. ഇന്ന് വൈബ് ജംഗ്ഷന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. വൈബ് ജംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ പോയി അവിടുത്തെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വൈബ് ജംഗ്ഷനിലെ ഫസ്റ്റ് VJ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ പേര് സ്നേഹ ടി സുനിൽ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് രാജഗിരി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് സ്കൂളിൽ നിന്നാണ്. ഇന്ന് ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടുത്തെ ഓണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അത്തപ്പൂക്കളം, ചെണ്ടമേളം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ കുറച്ച് പാട്ടും കേൾക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു വൈബ് ജംഗ്ഷൻ ഓൺ സൂര്യ മ്യൂസിക്. ഇഷ്ടം പോലെ പാട്ട്. നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ, പേരും സ്ഥലമൊക്കെ പറഞ്ഞിട്ട്. ഹായ്, എൻ്റെ പേര് മെറിൻ, എൻ്റെ വീട് തൃശ്ശൂരാണ്. ലിയ എറണാകുളം. ജിനു എറണാകുളം. റൂത്ത് തൃശ്ശൂർ. മരിയ ഇരിങ്ങാലക്കുട. എങ്ങനെയുണ്ട് ഓണപരിപാടിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയായിട്ട്. ശരി, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വൈബ് എന്ന് പറഞ്ഞാൽ എന്താ? വൈബ് എന്ന് പറഞ്ഞാൽ പല വൈബ് ഉണ്ടല്ലോ. ഓക്കെ, പല വൈബ് ഉണ്ട്. നിങ്ങളുടെ കോൺസെപ്റ്റിൽ വൈബ് എന്താ? ചില്ലാക്ക. അവിടെയോ? ഫ്രണ്ട്സായിട്ട് ചില്ലാക്ക. അവിടെയോ? നിങ്ങൾക്ക് ഫ്രണ്ട്സാണ് വൈബ് എന്ന് പറഞ്ഞല്ലേ? അപ്പം നിങ്ങളുടെ കോൺസെപ്റ്റിൽ ഇതുവരെ കണ്ടിട്ടുള്ള വെറൈറ്റി വൈബിങ് എന്താ? ഒറ്റയ്ക്ക് പാട്ടിയിട്ട് വൈബ് ചെയ്യുക, പല പാട്ടിന് പല വൈബിങ്. ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എത്ര പേര് കുക്ക് ചെയ്യാറുണ്ട്? കുക്ക് ചെയ്യുമ്പോൾ എന്താണ് വൈബിങ്? പാട്ടിട്ടാണോ കുക്ക് ചെയ്യണേ? പാട്ടിട്ട് കുക്ക് ചെയ്യണേ. പിന്നെ അല്ല ഡാൻസ് ചെയ്യണ എത്ര പേരുണ്ട്? എല്ലാവരും കളിക്കും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ കൺസെപ്റ്റിൽ വൈബിങ്. അപ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വൈബ്, ഏറ്റവും വെറൈറ്റി? ബസ്സിൽ പോകുമ്പോൾ മറ്റേ സുന്ദരിയൊക്കെ കേട്ട് വൈബ് ചെയ്യണത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ എപ്പിസോഡിലെ ആദ്യത്തെ പാട്ടുകാരി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വരൂ വരൂ. ഹായ്, എന്താ പേര്? എൻ്റെ പേര് മാളവിക. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാനിവിടെ MBA ഫൈനൽ ഇയർ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ വരമഞ്ഞളാടിയ. അപ്പോൾ ഇതിനു മുമ്പ് പാട്ട് പാടി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ സഹോദയ കലോത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഞാൻ ഒരു 14 കൊല്ലമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനീരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. നന്നായിട്ട് പാടി. നമുക്കിനി അടുത്ത ആളെ നോക്കിയാലോ? ഹലോ ഗായ്സ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുമോ? പേരും സ്ഥലവും. എൻ്റെ പേര് ആയുഷ്, തൃശ്ശൂർ. ഞാൻ ശ്രീരാം, കോഴിക്കോട്. ജെറ്റ്സൺ, കൊല്ലത്ത്. മിർസാൻ, കോഴിക്കോട്. നിങ്ങൾ ഇവിടെ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? അവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. എഞ്ചിനീയറിംഗ് ആണല്ലോ. എങ്ങനെയുണ്ട് കോളേജ് ഒക്കെ? എങ്ങനെയുണ്ട്? കോളേജൊക്കെ നല്ലത് തന്നെ. അടിപൊളിയാണോ? അതെ. ഓക്കെ, നിങ്ങളുടെ കോൺസെപ്റ്റില് വൈബ് എന്താ? വൈബ് കുറേ പരിപാടികളൊക്കെ വന്ന് അല്ല, നമ്മളെല്ലാവരും ബ്രോസ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന തന്നെ ഒരു വൈബാണ്. അതെ, ഫ്രണ്ട്സ് ആയിട്ട് കൂടുമ്പോഴാണ് വൈബ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഏത് പരിപാടി ആയാലും അങ്ങനെ തന്നെ. അതെ. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും വിയേർഡ് അല്ലെങ്കിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള വൈബ് ഏതാ? എന്ന് പറയുന്നത്
വിയേർഡ് ആയിട്ടുള്ള വൈബ്. വിയേർഡ് അല്ലെങ്കിൽ വെറൈറ്റി. നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ വൈബ്. ഈ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആയിഷു പാട്ട് പാടും. ഇവൻ കുഴപ്പമില്ലാത്ത പാട്ട് പാടുന്ന എന്നാ എല്ലാവരും കൂടെ ചേർന്നൊരു പാട്ട് എല്ലാവരും കൂടി ചേർന്നൊരു പാട്ട് പാടാം. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. നിങ്ങൾ വൈബ് ചെയ്യുന്നൊരു പാട്ട്. വൈബ് ചെയ്യുന്ന പാട്ട്. 2 3 സ്റ്റാർട്ട്. ആലുവാപുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ആരോരുമില്ല നേരത്ത്. ബാക്കി അങ്ങനെയൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല, നന്നായിട്ട് പാടി. എന്താ പേര്? എൻ്റെ പേര് കാവ്യ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ MBA ചെയ്യുന്നത്. ആ, എങ്ങനെയുണ്ട് MBAക്കൊക്കെ ചേർന്നിട്ട്? വളരെ നന്നായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, അടിപൊളിയാണല്ലേ. എവിടെയാ വീട്? എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ 7 സുന്ദര രാത്രികൾ എന്ന പാട്ടാണ് പാടുന്നത്. ഇതിനു മുമ്പ് പാടി എക്സ്പീരിയൻസ് ഉണ്ട്? പാടി എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാട്ടിലേക്ക് പോവാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപദ്മമെനിക്കു തരൂ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപദ്മമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമീ പൂവു തരാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. നന്നായിട്ട് പാടി ഞങ്ങളെ പഴയ ഒരു കാലത്തിലോട്ട് കൊണ്ടുപോയി. ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ഹായ് ഗൈസ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തൂ, പേരും വീടും. ഞാൻ റിസ്വിൻ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം. ഞാൻ ടിയ, തുരുത്തി, കോട്ടയം. ഞാൻ ആലിയ, തൃശ്ശൂർ, എറണാകുളം. ഞാൻ അഫ്സൽ, ഇരാറ്റുപേട്ട, കോട്ടയം. ഞാൻ സാലി, തൃശ്ശൂർ. എല്ലാവരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഏത് ക്ലാസ്സാ? PGD രാജഗിരി. എല്ലാവരും PGDM ആണല്ലേ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് നിങ്ങളുടെ കോൺസെപ്റ്റിൽ വൈബ്? ഈ കാണുന്നേക്കല്ലേ വൈബ്. എൻജോയ്മെന്റ്, ഫൺ, എൻജോയ്മെന്റ്, ഫ്രണ്ട്സ്. നമ്മൾ ഒരേ മൈൻഡ് സെറ്റിൽ എല്ലാവരും ഒരു പരിപാടിക്ക് അടിച്ചു പൊളിച്ച് തീർക്കുന്ന വൈബ്. പക്ഷെ ഒരേ വൈബ് കിട്ടണം, അതാണ് വൈബ്. അതൊരു വൈബ്. അതായിരിക്കണം വൈബ്. ടിയ, വൈബിനെ പറ്റി വാക്ക് പറഞ്ഞേ. ടിയ പറ. അതും വേറെ വൈബാണ്. അത് വേറെ വൈബ്, ഞങ്ങളുടെ കൂടുതലുള്ള വൈബ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ടിയ, ഒരു വൈബിനെ പറ്റി ഒരു വാക്ക് പറയുന്നോ? ചങ്ങനാശ്ശേരിയിലെ തുരുത്തിയിൽ നിന്നൊരു കൊച്ചാണിത്. തുരുത്തിനെ കുറിച്ച് വൈബിനെ പറ്റി ഒരു വാക്ക് ആ കുട്ടിയുടെ വൈബ് അതാണ്. വൈബിന്റെ ഒരു വൈബിനെ പറ്റി ഒരു വാക്ക് താങ്കൾ പറയണം. അവിടെ നോക്കി ഫ്രണ്ട്സ്. എല്ലാവർക്കും ഫ്രണ്ട്സ് ആണല്ലോ വൈബ്. ഇവിടെ ആരും ഒറ്റയ്ക്ക് വൈബ് ചെയ്യണ ആരുമില്ല. അതെ, ഡെഫിനിഷൻ വൈബ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ്, ഒരു കണക്ഷൻ, ഒരു ഫീലിംഗ്, ഇൻടാഞ്ചിബിൾ ഫീലിംഗ്, ചില ആൾക്കാരോട് ഇൻഡിസ്ക്രൈബിൾ. ചില ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോട് നമുക്ക് കിട്ടത്തുള്ളൂ, ചില ആൾക്കാരോട് നമുക്ക് കിട്ടില്ല. കിട്ടാറുമ്പം അത് ലോങ് ലാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഒറ്റയ്ക്ക് വൈബ് ചെയ്യുന്നവരോ? ഒറ്റയ്ക്ക് വൈബിനുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ലാസ്റ്റ് തന്നെ ആരും പോയില്ല. ലോങ് ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എൻജോയ്മെന്റ്. അപ്പം നിങ്ങളുടെ കോൺസെപ്റ്റ് ഏറ്റവും വിയേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വൈബ് ഏതാണ്?
അത് മിണ്ടാണ്ടിരിക്കുന്നല്ലേ? അത് ഭയങ്കര വിയേർഡ് വൈബാണ്. ലൈക്ക് എല്ലാവരും എല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ അതൊരു ഞങ്ങൾ ആരെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? പിന്നെ വൈബിന്റെ വേറെ എക്സാമ്പിൾ ആണ് ഞങ്ങൾ ഇത്രയും പേര്. ഞങ്ങൾ വന്നപ്പോൾ കൂടി എത്തിപ്പോഴും ഇത്രയും പോലെ ഉണ്ട്. ഞങ്ങൾ ഒരേ വൈബ് ആയതുകൊണ്ടാണ് ഇത്രയും പേര് ഇത്ര ലാസ്റ്റ് നിൽക്കുന്നത്. എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ അവിടെ പോയാലും അവിടെ നല്ല ഫുഡ് കഴിക്കാനും എല്ലായിടത്തും ഈ പരിപാടിക്ക് എല്ലാം ഒരുമിച്ച് പോകത്തുള്ളൂ. അപ്പൊ ഈ വൈബ് ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ, നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് പരീക്ഷിക്കാൻ. മുണ്ട് ചോടാൻ പറയും. മുണ്ട് ചോടൊന്നും പറയില്ല, എല്ലാരും ഒരുമിച്ച് ഉറക്കെ വൈബ് ജംഗ്ഷൻ എന്ന് പറയണം. 3, 2, 1 സ്റ്റാർട്ട്. ഹായ് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? പേരും സ്ഥലവും. ഞാൻ ആഷ്മി, കോട്ടയം. നന്ദിത, കൊച്ചി. എമിയ, എറണാകുളം. അശ്വിനി, കോട്ടയം. നന്ദന, ആലുവ. നിങ്ങളിവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ MAHR. എല്ലാവരും MAHR ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് വൈബ്? നിങ്ങളുടെ കോൺസെപ്റ്റിൽ എന്താണ് വൈബ്? കണക്ഷൻ, ഹാപ്പിനെസ്, അടിച്ചു പൊളിച്ച് നടപ്പ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള വൈബ് എന്താ? ആ, നിങ്ങൾക്കത് നോർമൽ വൈബ് അല്ല, വേറൊരു ടൈപ്പ് വൈബാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു വൈബ്. ഈ വൈബിൽ ഇല്ലാത്ത ആൾക്കാർ, അവരൊക്കെ വെറൈറ്റി. ഒരു വൈബും ഇല്ലാത്ത ആൾക്കാർ, അത് വേറൊരു വൈബാണല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളുടെ എനർജി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് കഴിക്കുന്നതിന് മുമ്പുള്ള എനർജി നോക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് വൈബ് ജംഗ്ഷൻ എന്ന് പറയണം. ഉറക്കം പറയണം, മാക്സിമം എനർജി. 3, 2, 1 വൈബ് ജംഗ്ഷൻ. അപ്പോൾ ഇനി അടുത്ത ആളിവിടെ പാട്ട് പാടാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ്. ഹായ്, ഹലോ. എന്താ പേര്? എൻ്റെ പേര് അഭിനന്ദൻ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ഇവിടെ PG സ്റ്റുഡൻ്റ് രാജഗിരിയിലെ MBA ചെയ്യുന്നത്. ഇവിടെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള പാട്ടാണ് പാടാൻ. പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാൻ ഇഷ്ടമാണ്, പഠിച്ചിട്ടില്ല. പക്ഷേ വീട്ടിൽ കുറച്ച് പേരൊക്കെ പാടും. അമ്മയും അമ്മാമ്മയൊക്കെ പാടാറുണ്ട്. ആണല്ലേ? അവരാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ അമ്മ അമ്മാമ്മയുടെ ഒക്കെ കഴിവ് കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണേ നിൻ കവിളിനു കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ഭയങ്കര സ്വീറ്റ് ആയിട്ട് പാടി. എന്തായാലും ആ കഴിവ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു. എന്താ പേര്? കാവ്യ. ഇവിടെ എന്താ പഠിക്കുന്ന? ഞാൻ MBAക്ക് പഠിക്കുന്നു. ഇപ്പം ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മുൻപേ വാ. നേരത്തെ പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്, ചെറുതായിട്ട്. അപ്പോൾ പാട്ടുകാരിയാണ്. പൂവേത്തായ് പൂവേത്തായ് നീ പൂവേക്കൂർ പൂവേത്തായ് മൗനപ്പൂവേത്ത് പൂവേത്ത് പൂവേക്കൾ തീവേത്തായ്. ഓ தேனினி மழையில் ஆட நான் நனைத்து வாட என் நாளுக்களும் ரத்தம் நாடிக்களும் சத்தம் வேறே போதும் ஒரு சில நாளும் தனிய நாடா தரையினில் நீதும் முன்பே வாய் நன்பே வா உடே வா உயிரே வா முன்பே வாய் அன்பே வா பூ பூவாய் பூ பூவா
അടിപൊളിയായിട്ട് പാടി നല്ലൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹായ് ഗായ്സ്, എന്താ നിങ്ങളുടെയൊക്കെ പേര്? എൻ്റെ പേര് തോമസ്. അനുശ്രീ, ചന്ദന, ഐഷാദ്, കാതർ. എവിടെയാണ് നിങ്ങളുടെയൊക്കെ സ്ഥലം? മൈക്ക് കൊടുത്തു. ഇരിങ്ങാലക്കുട. ഞാൻ ട്രിവാൻഡ്രം. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ. ട്രിവാൻഡ്രം. ഞാൻ കോട്ടയം. ഓക്കെ, ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നിങ്ങളിൽ ആരൊക്കെയല്ലേ കോർഡിനേറ്റേഴ്സ്? തകർത്തു. ഓക്കെ, അപ്പോൾ പരിപാടിയായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് വൈബ്? വൈബ് ഫുൾ എൻജോയ്മെന്റ്. ഫുൾ ഓൺ ഫുൾ പവർ. അതാണ് വൈബ്. ഓക്കെ, ഇയാൾക്ക് എന്താ വൈബ്? എല്ലാവരും ഭയങ്കര ജോളിയായിട്ട് കുറച്ച് ചില്ലായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വൈബ് എന്താ? ബോധമില്ലാണ്ട് ചിരിക്കുക ഭയങ്കര ഫൺ, ലൈക്ക് ഏറ്റവും അതൊരു വെറൈറ്റി വൈബ്. അങ്ങനെ ആരെങ്കിലും അറിയോ? കുട്ടനാടൻ കൊഞ്ചയിലേതോ കൊച്ചു പെണ്ണെ കുയിലാടേ കൊട്ടു വേണം കൂട വേണം കൂടവ വേണം ഓ തകതേതോ കുട്ടനാടൻ കുഞ്ചയിലേതോ കൊച്ചു പെണ്ണെ കുയിലാടേ കൂട്ടു വേണം കൂട വേണം കൂടവ വേണം കിട്ടി വേണം കൂട വേണം കൂടവ വേണം ഓ അടുത്തതായി അഭിനവ് വരുന്നുണ്ട്. നമുക്ക് അഭിനവിന്റെ വിശേഷമൊക്കെ ഒന്ന് തിരക്കിയാലോ? ഹായ് അഭിനവ്. ഹായ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാനിവിടെ PGDM ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് കോളേജൊക്കെ? കോളേജ് കുഴപ്പമില്ല, ഇപ്പം ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടുള്ളൂ. മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നതും പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് അനുരാഗിണി ഇതായൻ, ആ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. സ്കൂളിലൊക്കെ പാട്ട് പാടിയ എക്സ്പീരിയൻസ് ഉണ്ടോ? അതെ, സ്കൂൾ ടൈമിൽ ഞാൻ ഒരു തവണ കലാപ്രതിഭ ആയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന യുവജനോത്സവം ആ ഒരു ലെവൽ പാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പാടുമെന്ന് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനെ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. നന്നായിട്ട് പാടി, തീർന്നത് പോലും അറിഞ്ഞില്ല. അതിങ്ങനെ ലയിച്ച് നിന്നുപോയി. താങ്ക് യു. അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അടുത്ത പെർഫോമൻസിലോട്ട് പോയാലോ? നമുക്ക് അടുത്ത ആളെ വിളിക്കാം. എന്താ പേര്? അതുൽ രവി. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ MBA. ഓക്കെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ. ഓ, പഴയ പാട്ടാണല്ലേ. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നല്ലോ. ഇഷ്ടമാണ്. ഇതിനു മുമ്പ് പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ?
പാടി എക്സ്പീരിയൻസ് ഞാൻ പാട്ട് എഴുതും, പിന്നെ കമ്പോസ് ചെയ്യും, അങ്ങനെയൊക്കെ. ഓ അപ്പോൾ കമ്പോസറൊക്കെയാണ്. ഇല്ല, ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്താ പിന്നെ നമുക്ക് പാട്ടിലോട്ട് പോയാലോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. അറിയില്ലേ? നന്നായിട്ട് പാടി കേട്ടോ. ഇനി കമ്പോസിംഗ് ഒക്കെ പുറത്ത് വരട്ടെ എന്ന് ആശംസിച്ചോളുന്നു. അങ്ങനെ നല്ല പാട്ടുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ കളയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അടുത്താളെ വിളിക്കാം. ഹായ്. ഹായ്, നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അർച്ചന മണി. ഞാൻ ചോറ്റാനിക്കരയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ MBA ചെയ്യാണ്. എങ്ങനെയുണ്ട് കോളേജൊക്കെ? കോളേജ് ലൈഫ് ഇതുവരെ അടിപൊളിയാണ്. ഫുൾ എൻഗേജ്ഡ് ആണ്. കുറേ പരിപാടികളുണ്ട്. ഫുൾ ഓൺ ഫൺ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് രാജഹംസമേ. അപ്പോൾ എങ്ങനെയാ, മുന്നേ പാടി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണോ? ഞാൻ കർണാട്ടിക് പഠിച്ചതാണ്. പിന്നെ കുറേ പരിപാടിക്ക് പാടാറുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ? പോകാൻ നേരം പറഞ്ഞാൽ മതി, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വേഗം പാട്ടിലോട്ട് പോവാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ, ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ, എൻ്റെ ആത്മരാഗം കേട്ടു നിന്നുവോ, വരുമെന്നൊരു കുറിമാനം തന്നുവോ, നാഥൻ വരുമോ പറയൂ. നന്നായിട്ട് പാടി. എൻ്റെ മൈൻഡിൽ കൂടെ ആ വിഷരൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. അപ്പോൾ ചാനലിൻ്റെ പേര് മെലോഡിക്ക കവേഴ്സ്. ഓക്കെ, എവരിവൺ ഷുഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽ ആൾക്കാരെ പരിചയപ്പെട്ടാലോ? ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് പഠിക്കാൻ വന്നിട്ടുണ്ട്. നമുക്കിനി അവരുടെ അടുത്തോട്ട് പോവാം. ഹായ് ഗായ്സ്, ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യുവർ പ്ലേസ്? My name is Ariunda. I'm from Syria. My name is Moyad Anur from Syria. You can hold the mic. My name is Muhyiddin Ramdoon. I am from Syria. I am Muhammad Ali, also from Syria. I'm Kailash. I'm from Sri Lanka. Dima Jafar from Syria. My name is Esron from Luanda, East Africa. Actually, you are looking gorgeous in this. Handsome. You all are handsome and beautiful. So, what is the most favorite thing in this Onam program that you have experienced? Actually, I love the food. It was amazing. Food. You Food was love amazing. Kerala food. Yes, Sadhya. everything. Dancing was amazing. Okay. So, can I ask you a question? Yeah. So, what is vibe in your concept? Vibe. 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 Well, vibing is all about people getting together, and once our mutual likes matches, we just enjoy it. Vibing don't need a language, religion, country, or whatever. All we need is to connect with people, and the music which suits, it just makes people in the same page. Okay. After coming here, have you learned Malayalam?
Little bit. So what are the words you have learned? Yeah, like Banja Sara, Namaskar. Yes, that's it. Wow. Any cat juice venom? I want juice. എനിക്ക് ജ്യൂസ് വേണം. And Ali. Nyan, Neda. നീ Okay. So do you know any Malayalam songs? Not really. No. So is there anyone who sings? Sing it, but we know the reason. Okay. So you can sing any kind of song. Can you just sing a song? Malayalam song. No, any song. Last mother. خبزك خبز العباس لا تمادى خبزك خبز العباس Okay. So I will give you a small task. Just say Onashamsagal. Onashamsagal. Ona Shamsagal. Yeah. Ona Shamsagal. Yeah. Okay. Say it together. Ona Shamsagal. Say it together. 1, 2, 3. 1, 2, 3 Ona Shamsagal. Yay! Thank you. Thank you. Thank you for your cooperation. Happy Onam. അപ്പോൾ നമുക്ക് വേണ്ടി പാട്ട് പാടാൻ അടുത്ത ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് അദ്വൈത്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഫസ്റ്റ് ഇയർ. അപ്പോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ മിന്നലഴകെ മിന്നുമഴകെ ബിനൻസി മാസിൻ്റെ. ഇതിനു മുമ്പ് പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? സ്കൂളിലെ ഇവൻറ്റ്സ് പാടിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ എന്നരികിലൊന്നണയാമോ തിങ്കളെരിയും പൂനിലാവേ മണിമുകിലേ മാരിവില്ലേ കൊഞ്ചി കൊഞ്ചിയൻ കൂടെ നീ പോരാമോ എന്നുയിരേ എന്നഴകേ ഭൂമിയിലേ ദേവതയേ എന്നോ മലേ എന്നന്തരാത്മാവിൽ മന്ത്രമൂതിയവളേ മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ എന്നരികിലൊന്നണയാമോ. അടിപൊളി ഒരു റോക്ക് ചെയ്ത് പാടിയിട്ടുണ്ട്. എന്താ പേര്? മരിയ. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? ഇവിടെ പഠിക്കുന്നത് ലൈഫിലൊരു ചേഞ്ച് വേണമെന്ന് തോന്നുന്നു. അയ്യോ, എന്തിനാ പഠിക്കുന്നതല്ല, ഏത് ബാച്ചിലാണ് പഠിക്കുന്നത്? ഓ, PGDM സിയിലാണ് പഠിക്കുന്നത്. ആളെപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണോ? ചെറുതായിട്ട്. ഇതെന്താ വെറൈറ്റിക്കാണോ കയ്യിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചേക്കണേ? അത് ഒരു രസത്തിന് മുടിയിൽ ചൂടാൻ പറ്റിയില്ല, അതുകൊണ്ട് കയ്യിലിട്ടു. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? കുട്ടനാടൻ കായൽ. കുട്ടനാടൻ കായ. ഓക്കെ ഓക്കെ. എന്താ ആ പാട്ട് എടുക്കാനുള്ള റീസൺ? ഈ ഒരു വൈബൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നേ, അതുകൊണ്ട് ഞാനതിങ്ങനെ വെറുതെ എടുത്തെന്നുള്ളൂ. മുന്നേ പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്, സ്കൂളിലും കോളേജിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് പാട്ട് കേൾക്കാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴിയുമ്പോൾ പാട്ടൊന്ന് പാടടി കക്കുറുമ്പി അന്തിക്കൂടം കമ്മെത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചുക്കിനി വെള്ളം തേവണ കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴിയുമ്പോൾ പാട്ടൊന്ന് പാടടി കക്കുറുമ്പി അന്തിക്കൂടം കമ്മെത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. താങ്ക് യു. എന്താ പേര്? എൻ്റെ പേര് ഗോകുൽ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ MBAക്ക് പഠിക്കുക. കൈക്കത് എന്ത് പറ്റി? കൈക്കത് ചുണ്ടൻ വെള്ളത്തിനിടയ്ക്കൊന്ന് പെട്ടുപോയത്, വെല്ലൊന്ന് മുറിഞ്ഞു പോയി, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. ആണല്ലേ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ഒരു തമിഴ് സോങ് ആണ് എടുത്തേക്കുന്നത്, യമുനയാറ്റിലെ എന്ന് പറയുന്ന സോങ്. മറ്റേ 96-ലൊക്കെ കേട്ട പാട്ട്? അതന്നെ അതെ. നേരത്തെ പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കോളേജിൽ അങ്ങ് ഫംഗ്ഷൻസ് ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ പാടിയ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ നമുക്ക് കേട്ടു നോക്കാം. യമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോടുതാനാട് பார்வை பூத்திட பாதை பார்த்திட பாவைராதையோ வாட இரவும் போனது பகலும் போனது மன்னனில்லையும் கூட இளைய கண்ணியின் இமைத்திடாத கண் இங்கும் அங்குமை தேட ஆயர்பாடியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ
ஆயர்பாடியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதா யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடுதானாட பார்வை பூத்திட பாதை பார்த்திட പാവൈ രാധയോ വാട. ഗംഭീരമായിട്ട് പാടി കേട്ടോ. കൈയൊക്കെ പെട്ടെന്ന് ശരിയാവട്ടെ. താങ്ക് യു. എന്താ പേര്? അൻസലസ്. ഇവിടെ എന്താ പഠിക്കുന്നത്? MBA. കോളേജൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളിയാണോ? ആ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? സുന്ദരിയവ. ഏത് നമ്മുടെ പഴയ ആൽബംസോ? നൊസ്റ്റാൾജിക് ആണോ ആള്? ആണാണ്. ശരി, ഇതിനു മുമ്പ് പാടി പരിചയമൊക്കെ ഉണ്ടോ? ആ, ഉണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാടാം. അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, നിന്നീലമെഴുക്കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞെങ്ങും പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കുലസിട്ട കാലച്ചക്കേക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം, എനിക്ക് മാത്രമാ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ. എന്നെയും കൂടെ പഴയ സ്കൂൾ ടൈമിലോട്ടൊക്കെ കൊണ്ടുപോയല്ലോ. നന്നായിട്ട് പാടി. താങ്ക് യു. അഭിരാം ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ PGDM ആണ്. PGDM ആണല്ലേ? ഏത് സ്പെഷ്യലൈസേഷനാ? ഞാൻ മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്. 2 സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ? അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ നിറം എന്ന ചിത്രത്തിലെ മിഴിയറിയാതെ എന്നുള്ള സോങ്ങാണ്. റൊമാൻറ്റിക് സോങ് ആണല്ലേ? അപ്പോൾ ആ പാട്ട് ഒരുപാട് ഇഷ്ടമായോണ്ടാണോ പാടിയത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഇതിന് മുമ്പ് പാടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഞാൻ ഇവിടുത്തെ ഇൻ ഹൗസ് ബാൻഡിൽ ഞാൻ വോക്കലിസ്റ്റാണ്. പിന്നെ UGക്ക് പഠിക്കുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ കോളേജിലൊരു പാട്ടുകാരനാണ്. എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതോ കിനാവ് പോലെ, മനമറിയാതെ പാറിയൻ മനസരസോരം, പ്രണയനിലാക്കിളി നീ ശഹാന പാടി, ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം, ഇവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം, മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതോ കിനാവ് പോലെ. നന്നായിട്ട് പാടി കേട്ടോ. മാർക്കറ്റിങ്ങിനുള്ളിലെ ഒരു കലാകാരൻ. താങ്ക് യു. എന്താ പേര്? കാതറിൻ. എവിടെ വീട്? കോട്ടയം. കോട്ടയത്തു നിന്നാണല്ലേ? കോട്ടയത്ത് നിന്ന് എറണാകുളം വന്ന് പഠിക്കാനുള്ള കാരണം എന്താ? എനിക്ക് കുറച്ചും കൂടെ മാറി നിൽക്കുമ്പോൾ പഠിക്കാനൊക്കെ ആഗ്രഹം. പിന്നെ എറണാകുളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എറണാകുളം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണോ? ഇപ്പം കുഴപ്പമില്ല. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? PGDM ആണല്ലേ? ഏതൊക്കെ സ്പെഷ്യലൈസേഷനാ? ഇവിടെ ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാനൊരു തമിഴ് സോങ് ആണ്, ഒരു സനം. അപ്പോൾ മുന്നേ പാടിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ പാടുമായിരുന്നു. എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടുത്തെ മ്യൂസിക് ക്ലബ്ബിലൊക്കെ കയറിയാ? ഉണ്ട്, മ്യൂസിക് ക്ലബ്ബിലുണ്ട്. അപ്പോൾ എന്നാൽ വേഗം പാട്ടിലോട്ട് പോവാം. ഒരു സനം തൂക്കിരിച്ച് ഭൂതക്കാറ്റോ അടിച്ചിരിച്ച് പാവിമനം തൂങ്കലയേ അതോ ഏനോ പുരിയലയേ, ഒരു സനം തൂങ്കിരിച്ച് ഭൂതക്കാറ്റോ അടിച്ചിരിച്ച് പാവിമനം തൂങ്കലയേ അതോ ഏനോ പുരിയലയേ, കുയിൽ കരിക്കുയിൽ മാമക്കവിക്കുയിൽ കോലം പോത് പാതാല, മയില ഇല
மயில மாம கவிக்குயில ராகம் பாடு கேட்காதா சேர்த்து சொல்ல பார்த்தாதா உன்னை எண்ணினானே உள்ளம் வாடிப்போனே கண்ணீர் பொன்னதானே ஏ மாமனே ஏ மாமனே ஒத்தையில அத்த மக உன்னை நினைச்ச ரசிக்க மக கண்ணு ரெண்டும் மூடலையே காலம் நேரும் கூடலையே ஒரு சனம் தூங்கிருச்சு பூது காற்றோ அடிச்சிருச்சு பாவிவனம் தூங்கலையே അതോ ഏനോ പുരിയലയേ. ഭയങ്കര സ്വീറ്റായിട്ട് പാടി. ഇനിയും കൊച്ചി ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ പാട്ടിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആരാന്ന് നമുക്ക് നോക്കിയാലോ. എന്താ പേര്? എൻ്റെ പേര് അനഘ. എവിടെയാ വീട്? എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോടാണോ? കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരം ഉണ്ടല്ലോ, എന്ത് പറ്റി കൊച്ചി തന്നെ സെലക്ട് ചെയ്യാൻ? ഈ കോളേജിനെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു, അപ്പോൾ അത് അന്വേഷിച്ച് വന്നത്. പിന്നെ എറണാകുളം ലൈഫ് എന്ന രസമല്ലേ, അപ്പോൾ അതും കൂടെ വിചാരിച്ച് വന്നത്. അപ്പോൾ എറണാകുളം ലൈഫും കോളേജും ഒക്കെ വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ഇവിടെ ഏത് ബാച്ചിലാണ് പഠിക്കുന്നത്? ഞാൻ PGDM ബാച്ചിലാണ്. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഇതുവരെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി പോകുന്നു, നല്ല രസമാണ്. ടീച്ചേഴ്സൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ്, നല്ല രസമാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാനിന്ന് കണ്ണീർ പൂവിൻ്റെ പാട്ടാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ. അപ്പോൾ മുന്നേ പാടിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് സ്റ്റേജ് പാടിയ എക്സ്പീരിയൻസ് കുറവാണ്, കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ പേടിയുണ്ടോ? ഇപ്പോൾ ധൈര്യം സംഭരിച്ച് വന്നതാ. പേടിക്കൊന്നും വേണ്ട, ചെറിയ പാട്ടല്ലേ, നമുക്ക് പോയാലോ പെട്ടെന്ന്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെങ്ങോ മറഞ്ഞു എന്തേ പുള്ളൂർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെങ്ങോ മറഞ്ഞു എന്തേ പുള്ളൂർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം. വിട ചൊല്ലുമീ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. വിട ചൊല്ലുമാ നിമിഷങ്ങളിൽ എന്തേ പുള്ളൂർ കുടം പോലെ തേങ്ങി. ഇതിനാണോ പേടിച്ചത്? നന്നായിട്ട് പാടിയല്ലോ, ഇനി സ്റ്റേജിലൊക്കെ കയറി പാടണം കേട്ടോ. താങ്ക് യു. ഹായ്, എന്താ പേര്? കുര്യൻ. ഇവിടെ ഏത് ബാച്ചാണ് പഠിക്കുന്നത്? PGDM. എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പഠിക്കാനുള്ള റീസൺ? അങ്ങനെയല്ല, എല്ലാവരും പഠിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും പഠിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നു. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ മലരെ. ഏത്, പ്രേമത്തിലെയോ? അതെ അതെ. അപ്പോൾ മലരെ പാടി എല്ലാവരെയും റൊമാൻറ്റിസൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ടാണോ കയ്യിൽ മുല്ലപ്പൊക്കെ ചൂടി? എന്നാ പിന്നെ പെട്ടെന്ന് പാട്ടിലോട്ട് പോവാം. തെളിവാനം മഴവില്ലിൽ നിറമണിയും നേരം നിറമാർന്നൊരു കനവിൽ നീ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുവീറൻ കാറ്റും പുളകങ്ങൾ ഇഴനീർന്നൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിൽ നീ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമഴുകും മൈലിണകൾ തുയിലുണരും ഗാനം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുതിരിൽ വിടരും പനിമലരേ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളി എൻജോയ് ചെയ്ത പോലെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ.
താങ്ക് യു. ഇന്നത്തെ വൈബ് ജംഗ്ഷന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വൈബ് ജംഗ്ഷൻ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. ദിസ് ഇസ് സ്നേഹ സൈനിങ് ഓഫ് ഫ്രം വൈബ് ജംഗ്ഷൻ ഓൺ സൂര്യ മ്യൂസിക്. ഇഷ്ടം പോലെ പാട്ട്.